ബിരിയാണി കഥയാണ്. പണ്ട് പെരുന്നാളിനൊക്കെ ഞാൻ ഉറങ്ങി എണീക്കുന്നത് തന്നെ അടുക്കളയിൽ നിന്നും ഉമ്മ ഗീലി ഉള്ളി പൊരിച്ചെടുക്കുന്ന സ്മെല്ല് കേട്ടിട്ടാ. പിന്നെയുള്ള ഓരോ സ്റ്റെപ്പ് മുതൽ ദമ്മ് പൊട്ടിക്കുന്നത് വരെയുള്ളത് ചുറ്റുള്ളവർക്കൊക്കെ അറിയാനും പറ്റും. എന്നെ പോലെ പണ്ടിങ്ങളെ വീട്ടിൽ നിന്ന് വെക്കുന്ന ബിരിയാണി മിസ് ചെയ്യുന്നവരുണ്ടെങ്കിലേ കമന്റ് ചെയ്യട്ടാ. അതൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് അങ്ങ് ബിരിയാണി വെക്കുക. ഞാനിന്ന് ഉണ്ടാക്കുന്നതേ മട്ടൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതാ. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലി കമന്റ് ചെയ്യണം. മട്ടൻ ബിരിയാണി വെക്കുമ്പേ മട്ടന്റെ വേവിലാണ് കാര്യം. നല്ലോണം വെന്താലും എന്നാൽ തീരെ വെന്തിട്ടില്ലെങ്കിലും പ്രശ്നമാണ്. എനിക്കിന്ന് അനിയത്തിന്റെ മാപ്പിളയും ഉപ്പയൊക്കെ ഉണ്ട്. നമ്മളെ മസാലയും ചോറൊക്കെ ഏകദേശമായി. ഇനി നമുക്ക് പോയിട്ട് ഡ്രസ്സ് മാറ്റാം. അതുകൂടാതെ എനിക്കിന്നൊരു വീഡിയോഗ്രാഫർ വരുന്നുണ്ട്, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുതരാൻ. അപ്പം ഇതാണ് എന്റെ ഉപ്പ. ആദ്യമായിട്ടാണ് വീഡിയോയിൽ വരുന്നത്, അതുകൊണ്ടൊന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു. ഉപ്പാക്കെ 1 മണിക്ക് ബിരിയാണി കിട്ടണം. പക്ഷെ എന്റെ അനിയത്തി മാപ്പിളയും വന്നിട്ടില്ല. അപ്പത്തേക്ക് നമുക്ക് ഫ്രൂട്ട്സും ചിക്കൻ ഫ്രൈയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ പോകുന്നത്, നമ്മൾ ചട്നി ഉണ്ടാക്കിക്കില്ല. അത് പെട്ടെന്നൊന്നും ഉണ്ടാക്കില്ല. ഈ ദമ്മ് പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊരു വേറെ തന്നെയാണ്. ഫുഡൊക്കെ ടേബിൾ മേ സെറ്റായി. ഞാനിപ്പോ ഫുഡ് കഴിക്കുന്നില്ല, എനിക്ക് കുറച്ചും കൂടി റെഡി ആവാനുണ്ട്. അപ്പത്തേക്ക് എന്റെ വീഡിയോഗ്രാഫർ വരും. പക്ഷെ അനിയത്തിന്റെ മാപ്പിളയും ഉപ്പയൊക്കെ ഫുഡ് കഴിക്കാണ്. ഈ ഒരു സൽവാർ എങ്ങനെയുണ്ട്? സിസോൺ കളക്ഷൻസ് എന്നാണ്. ഈ ഒരു ഇയറിംഗ്സ് ഒക്കെ ബാംഗിൾ സെല്ലർ എന്നാണ്. എങ്ങനെയുണ്ട് എന്ന് കമന്റ് ചെയ്യണേ. അപ്പത്തേക്ക് നമ്മള് വീഡിയോഗ്രാഫർ എത്തിയിട്ടുണ്ട്. ലേഡി ആയതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ കുറച്ചും കൂടി കംഫർട്ടാണ്. ആളെ പേജൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. ഹസ്ബൻഡിന് ഇന്ന് ഷോപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ആള് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. പിന്നെ ഹസ്ബൻഡിന്റെ കൂടെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ബിരിയാണി ഉണ്ടാക്കിയിട്ട് പോയതാണ്, പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ക്ലീനിങ് ഒക്കെ ഇപ്പൊ ചെയ്യാണ്. ഇപ്പൊ തന്നെ 5 മണിയായി. ഇനി ഒന്ന് ഉറങ്ങണം, കാരണം ഞാൻ നല്ല ടയർഡാണ്. നല്ല ഉറക്കം ഉറങ്ങിയിട്ട് ഞാൻ എണീച്ചത് ഒരു 8 മണിയായിരിക്കണം. എന്നിട്ട് ഞാൻ കോഫിയും ബിസ്ക്കറ്റും കുടിച്ചു. എന്തൊരു സമാധാനം. അപ്പത്തേക്കും എന്റെ ഫ്രണ്ടൊക്കെ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടിയൊക്കെ ഭയങ്കര ഹാപ്പി. അത് കഴിഞ്ഞിട്ട് ജുമാന വന്നു. ജുമാന്റെ കൂടെ പോകാനായിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുന്നുണ്ട്. ജുമാന്റെ കൂടെ കുറച്ച് വർത്താനം പറഞ്ഞിരിക്കാന്നിരിക്കുന്നൊക്കെ പുറത്തുനിന്ന് ഓള് ഹസ്ബൻഡ് കോൾ ചെയ്യല്. അങ്ങനെ ഓളും ഇറങ്ങി, എന്റെ മോളും ഇറങ്ങി, എല്ലാരും പോയി. ഇതോടുകൂടി നമ്മൾ ഈ കയ്യിലിരിക്കുന്നു. ഇനിയൊന്ന് പോയിട്ട് ഉറങ്ങാം.